ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരനും ശിവനും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൃഷ്ണമോൾ പരീക്ഷ കഴിഞ്ഞു വരുന്നു. അമ്മ വന്നുവെന്നറിഞ്ഞതിൽ കൃഷ്ണമോൾ വൈജയന്തിയെ കാണാൻ ഓടിപ്പോകുന്നു. വൈജയന്തിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നറിഞ്ഞ കൃഷ്ണമോൾ വൈജയന്തിയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അത് കഴിഞ്ഞ് രോഹിത്തിനെ കാണണം എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ തന്നെയാണ് വൈജയെ രോഹിത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അന്നേരം റൂമിൽ നിന്നും ഇറങ്ങി വന്ന ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട്. വൈജയന്തിയെ മൈൻഡ് പോലും ചെയ്യാതെ താഴേക്ക് ഇറങ്ങി പോകുന്ന ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് വൈജ. പിന്നീട് രോഹിത്തിന്റെ റൂമിലേക്ക് കയറി വന്ന് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് രോഹിത്തിനെ. ഒരുപാട് നാണക്കേട് ഉണ്ടാക്കി. ഇതുപോലെ ഒരു നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കല്യാണവും ഭർത്താവും മക്കളും കുടുംബവും ഒന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന വൈജയാണ് കാണിക്കുന്നത്. ഈ സമയത്താണ് രോഹിത്തിന് അലീനയുടെ വില അറിയുന്നത്. സ്വന്തം അമ്മ പോലും കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അലീനയെ ഉപദ്രവിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടും സ്നേഹത്തോടെ കുറ്റപ്പെടുത്താതെ ക്ഷമയോടെ തന്നെ പരിചരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുന്നുണ്ടാവും രോഹിത്ത്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.